നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കൊഴുക്കട്ടയായിട്ടാണ് കേട്ടോ. കൊഴുക്കട്ട എന്ന് പറയുമ്പം വെറും കൊഴുക്കട്ടയല്ല, നമ്മുടെ ചിക്കൻ കൊഴുക്കട്ട. ഇതുണ്ടാക്കിയെടുക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പം നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസില്ലേ, അതെടുത്തിട്ട് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു വെക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു ബൗളെടുത്ത് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇതങ്ങ് കുഴച്ചങ്ങ് മാറ്റിയെടുത്തങ്ങ് വെക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പത്തിരിപ്പൊടിയില്ലേ, അതെടുത്താലും മതി. ഇനി ഇത് കുഴച്ചങ്ങ് മാറ്റിയെടുത്തങ്ങ് വെച്ചേക്കണം. ആ ടൈമിൽ നമുക്കിതിൻ്റെ ആ നടുക്ക് വെക്കുന്ന ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ദാ ഒരു പാത്രമൊക്കെ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നോർമൽ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടാകുമ്പോഴത്തേക്കിന് നമ്മുടെ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ 2 പൊടിയും നമ്മൾ ഇതിനകത്ത് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കരിയാപ്പിലയും കുറച്ച് തേങ്ങായും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നന്നായിട്ട് വേവിക്കാൻ അങ്ങ് വെക്കാം. ചിക്കൻ നമ്മൾ ചെറുതായിട്ടല്ല അരിഞ്ഞിട്ട് കൊടുത്തത്, അതുകൊണ്ടൊരു 15 മിനിറ്റ് മതി കേട്ടോ ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ മാവുണ്ടല്ലോ, കുഴച്ച് വെച്ചേക്കുന്ന മാവ്, അതെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഇളക്കിയിട്ട് ഇനി നമ്മൾ ചെറിയ നമ്മുടെ കൊഴുക്കട്ടയുടെ ആ ഉണ്ടയുണ്ടല്ലോ അതേപോലെ എടുത്ത് കയ്യിൽ വെച്ചങ്ങ് പ്രസ് ചെയ്ത് നമ്മുടെ ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ നടുക്കോട്ടെടുത്തങ്ങ് വെച്ചിട്ട് 2 സൈഡും കൂടെ യോജിപ്പിച്ചിട്ട് നമ്മുടെ കൊഴുക്കട്ടയുടെ ബോളുണ്ടല്ലോ അത് ഉരുട്ടിയെടുക്കുന്നത് പോലെ അങ്ങ് ഉരുട്ടി അങ്ങ് എടുക്കണം. അങ്ങനെ ഓരോന്നും അതിൻ്റെ എത്ര എണ്ണം നമുക്ക് ഇതിനകത്തിൽ ഉണ്ടാക്കാൻ പറ്റും അത്ര എണ്ണം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ബോൾ പോലെ ഉരുട്ടി ഉരുട്ടി അങ്ങ് എടുക്കണം. എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയത് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഈ ബോൾ പോലെ ഉരുട്ടുന്ന പരിപാടിയാണ് കേട്ടോ. അത് നമ്മൾ നോക്കി കറക്റ്റായിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി, പൊട്ടാതെ. എന്നിട്ട് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എടുത്ത് വെക്കണം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ട് അതിനകത്തേക്കുണ്ടല്ലോ ഈ ബോൾ നമ്മൾ ഈ തേങ്ങാപ്പീരയിൽ അങ്ങ് പൊതിഞ്ഞെടുക്കണം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഓരോന്നും നമ്മളെ തേങ്ങാപ്പീരയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ടിത് നമ്മൾ ആവിയിൽ നമ്മൾ പുഴുങ്ങിയെടുക്കണം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങാനെടുക്കത്തില്ലേ, ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ ഈ കൊഴുക്കട്ട നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതങ്ങ് തുറക്കണം. കാണാൻ കണ്ടോ അടിപൊളി ലുക്കല്ലേ. അതേപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണേലും എല്ലാവർക്കും ഇഷ്ടമാവും. കാണാനുള്ള ലുക്കും അതേപോലെ ടേസ്റ്റും അടിപൊളിയാണ്.